വാഴ 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 ഒന്ന് വന്നു, ഇപ്പോൾ രണ്ടും വന്നു. എല്ലാവരും പോസിറ്റീവ് സൈഡ് തന്നെയാണ് പറയുന്നത്. ഞാൻ വാഴയുടെ പോസിറ്റീവ് സൈഡോ നെഗറ്റീവ് സൈഡോ പറയാൻ വേണ്ടിയിട്ട് വന്നതല്ല. പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു. അപ്പോൾ ആ വീഡിയോയിൽ ഒരു പോഡ്കാസ്റ്റാണ്, അതേതാണ് ചാനലെന്നൊന്നും ഞാൻ പറയണില്ല. പക്ഷേ ആ പോഡ്കാസ്റ്റിൽ ഒരു ബിരുദൻ തന്നെ പറയണം. ആ ബിരുദനിരുന്ന് പറയണം, വാഴ ഒന്നിനും കൊള്ളാത്ത സാധനമാണല്ലോ. ഞാൻ ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇപ്പം ഞാനിപ്പോൾ ഇവിടെ നിന്ന് പറയണം വാഴ എന്ന് പറയുന്നത് ഒന്നിനും കൊള്ളാത്തൊരു സാധനമാണല്ലോ എന്ന് പറഞ്ഞാൽ എന്താ തോന്നുക? ശരിക്കും എനിക്കത് കേട്ടപ്പോൾ അത്ഭുതം എന്നല്ല, ഇയാൾ എന്ത് പൊട്ടനാണെന്ന് തോന്നിപ്പോയി. വാഴ ഒന്നിനും കൊള്ളാത്ത സാധനമാണോ? അല്ലല്ലോ. വാഴയുടെ ഉപകാരങ്ങൾ അല്ലെങ്കിൽ ഉപയോഗങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തെല്ലാം ഉണ്ട്. ഇപ്പോൾ നമ്മൾ സാധാരണയായിട്ട് വാഴയിലയിൽ ഊണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ഒരു ഊണ് കഴിക്കുന്നതിനേക്കാൾ എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്നുള്ളൊരു ഫീൽ നമുക്ക് കിട്ടും. അത് ചെറിയൊരു ഉദാഹരണമാണ് ഞാൻ ഈ തുടക്കത്തിൽ പറയുന്നത് കേട്ടോ. വാഴയിലയിൽ ഊണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തോ ഒരു രസകരമായിട്ട് ഒരു ഇത്തിരി കൂടി ടേസ്റ്റോട് കൂടി കഴിക്കാം എന്നുള്ളൊരു തോന്നലിൽ നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലും. അപ്പോൾ വാഴയില എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഈ വാഴയിൽ നിന്ന് കിട്ടുന്ന. പിന്നെ വാഴപ്പിണ്ടി കൊണ്ട് എന്തെല്ലാം ചെയ്യും എന്നുള്ളത് ഇപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട കാര്യമില്ല. എന്തെല്ലാം ചെയ്യുന്നു. ഇപ്പം അമ്പലങ്ങളിൽ ഒരുപാട് ഉത്സവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഈ പിണ്ടി വെച്ച് ചെയ്യാറുണ്ട്. ഇതൊക്കെ പോട്ടെ, നമ്മൾ പിണ്ടി കറി ഉണ്ടാക്കി കഴിക്കാറുണ്ട്. പിന്നെ കുടപ്പൻ വെച്ച് കറി ഉണ്ടാക്കി കഴിക്കാറില്ലേ? ഇതിനെല്ലാം ഉപരി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് വാഴപ്പഴം, അല്ലേ? എത്ര തരത്തിലുള്ള വാഴപ്പഴങ്ങളുണ്ട്. അതായത് ഏത്തപ്പഴമുണ്ട്, ഞാലിപ്പൂവനുണ്ട്, പിന്നെ ഈ കദളി, അങ്ങനെ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാഴാസ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഡെയിലി ഏതെങ്കിലും ഒരു തരത്തിൽ യൂസ് ചെയ്യുന്ന തരത്തിൽ ഈ സാധനം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇങ്ങനെയുള്ളൊരു വാഴ ഒന്നിനും കൊള്ളില്ല എന്ന് പറയുന്ന ഒരാളെ, ഉപയോഗമില്ലാത്ത ഒരു സാധനമാണെന്ന് പറയുന്ന ഒരാൾ നമ്മളെന്താ ചെയ്യുക? അത് നോർമലി നമ്മൾ പണ്ട് മുതലേ ശീലിച്ചു പോന്നിരുന്ന ഒരു പ്രയോഗമാണ്. അവൻ വാഴയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവനെ ഒന്നിനും കൊള്ളാത്തവനെ ഒരുത്തനെ കണ്ടു കഴിഞ്ഞാൽ പറയും അവനൊരു വാഴയാണ്, ഇവനൊരു വാഴയാണ് എന്നൊക്കെ. പക്ഷെ അതിൻ്റെ ഒരു പ്രയോഗത്തിൻ്റെ ഒരു അടിസ്ഥാനം എന്താണെന്ന് ഒരു പിടുത്തവും ഇല്ല. വാഴ എന്ന് പറയുന്നത് ഒരു വളരെ ഉപയോഗമുള്ള ഒരു സസ്യമാണ്. അല്ല, ഇതൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ പറയുമ്പോഴായിരിക്കും ഇതൊക്കെ നീ പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവാണ്. ഞാൻ പറഞ്ഞ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റ് കണ്ടപ്പോൾ ഒരു മെയിൻ ചാനലിൻ്റെ അവരൊരു സോഷ്യൽ മീഡിയ ചാനലിൽ അവരിരുന്ന് പറയാണ് വാഴ ഒരു ഉപകാരമില്ലാത്ത സാധനമാണല്ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മണ്ണ് വാരി എറിയാൻ തോന്നും നമുക്ക് അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ, ഇങ്ങനെയൊക്കെ കേട്ട് കഴിയുമ്പോൾ. ഇപ്പോൾ ഈ സിനിമയുടെ കാര്യത്തിലേക്ക് വന്നാൽ പോലും ഒരു പക്ഷേ വാഴ എന്ന് പറയുന്ന ആദ്യത്തെ സിനിമ റിലീസിൻ്റെ സമയത്ത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു ഓഫീസിൽ ഞാൻ സിനിമയായിട്ട് ബന്ധപ്പെട്ട ഒരു സിനിമാക്കാരനാണ്, പുള്ളിയായിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് ഞാൻ പറയുന്നത് ഓരോരുത്തരുടെ മുൻവിധികളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് പറയണം. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ ഇപ്പോൾ വാഴ എന്ന് പറഞ്ഞൊരു പടം റിലീസ് ചെയ്തിട്ടുണ്ട്, ഒരു മനുഷ്യൻ കാണില്ല, അതാരെങ്കിലും കാണും? ഇങ്ങനെ കുറേ സിനിമ ഉണ്ടാക്കി വെച്ചിട്ട് എന്താണ് കാര്യം? ആരും അറിയാത്ത ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റും ഇല്ലാത്ത കുറേ ആർട്ടിസ്റ്റുകൾ വെച്ചിട്ട് പ്രൊഡ്യൂസർ പൈസ കളയാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാനും ആലോചിച്ചു, ശരിയായിരിക്കും എന്നാലോചിച്ചു. പക്ഷേ ആ വാഴ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായത് എന്താണ്, വാഴ ഭയങ്കര രസകരമായിട്ടുള്ളൊരു സിനിമ ആയിരുന്നില്ലേ വാഴ. അതുകൊണ്ട് തന്നെയാണ് അവർ അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് എടുത്തത്. അതായത് ഈ സിനിമയ്ക്ക് വാഴ എന്ന് പേരിടാൻ കാരണം ഒരു പക്ഷേ ഇതിൻ്റെ റൈറ്റർ അല്ലെങ്കിൽ ഡയറക്ടർ പേരിട്ടതാരാണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ റൈറ്റർ ആയിരിക്കാം അല്ലെങ്കിൽ ഡയറക്ടർ ആയിരിക്കാം. അപ്പോൾ ഈ പേരിടാൻ കാരണം ഒരു പക്ഷേ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്നിനും കൊള്ളാത്ത എന്ന രീതിയിലുള്ളൊരു രീതിയിലായിരിക്കണം എന്നില്ല. ആദ്യമായിട്ട് നമ്മൾ പെട്ടെന്ന് വാഴ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നോർമലി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനും കൊള്ളാത്ത ഉള്ളൊരു സംഗതി, അല്ലേ? അത് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് ഒരു പിടുത്തമില്ല സത്യത്തിൽ. കാരണം ഇത്രയും ഉപയോഗമുള്ളൊരു സാധനമല്ലേ വാഴ. എന്തായാലും വാഴ 2 വന്നതോടുകൂടി വാഴയ്ക്ക് നല്ലൊരു പ്രചാരണം കിട്ടി എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അതിലൂടെ ഒരുപാട് പുതിയ താരങ്ങളും ഇപ്പോഴാണ് പറയാനുള്ളൊരു സാഹചര്യം കിട്ടിയത്. ഇനി ഇതിൻ്റെ വ്യൂസും കമൻസും തെറിവിളിയും എന്തെങ്കിലുമൊക്കെ കേട്ടിട്ട് വേണം അടുത്ത വീഡിയോ ഇടണോ വേണ്ടതെന്ന് തീരുമാനിക്കാനായിട്ട്.
എന്തായാലും വാഴ സിനിമ നല്ല സക്സസ് ആയിട്ട് മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ 200 crores അടിച്ചു, ഇനിയും മുന്നോട്ട് പോകും എന്നുള്ള രീതിയിലാണ് തിയേറ്ററിലെ തിരക്കും ബഹളങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ റിവ്യൂസൊക്കെ. നല്ല സിനിമയായിരുന്നു അല്ലേ, എൻഗേജിങ് ആയിരുന്നു. എന്തായാലും ഓൾ ദ വെരി സക്സസ് ഫോർ ദ ടീം ഓഫ് വാഴ 2 ആൻഡ് ദേ ആർ പ്ലാനിങ് ഫോർ ദ നെക്സ്റ്റ് വൺ വാഴ 3. അത് ഈ പറയുന്ന പോലെ ഗേൾസ് അല്ലെങ്കിൽ ലേഡീസിനെ കുറിച്ചാണ്, അവരെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് എന്ന് പറയുന്നു. നമുക്ക് കണ്ടുപോകാൻ വരുമ്പോൾ അല്ലേ.